വേദപ്രിയ മീഡിയയിലേക്ക് സുസ്വാഗതം. ഹിന്ദുക്കളെ എല്ലാ കാലത്തും എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും അവൻ്റെ അവസാന ഘട്ടം വരെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ഹിന്ദുവെ, നിനക്ക് തെറ്റി. നിന്നെ അഡപടലം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി രൂപ നീ കൊണ്ടിട്ട് നീ തന്നെ ഉണ്ടാക്കിയ, നീ തന്നെ സൃഷ്ടിച്ചെടുത്ത നിൻ്റെ ലോകങ്ങളെല്ലാം ഓരോരുത്തരായി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ഷമിച്ച് നിൽക്കുന്ന ഹിന്ദുവേ, നീ ഉണരൂ, നീ എണീറ്റു വാ ഹിന്ദുവേ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ. നീ എണീറ്റു വാ ഹിന്ദുവേ. ഈ കോടികൾ ഓരോ ക്ഷേത്രത്തിൽ നിന്നും നടപടലം എടുത്തുകൊണ്ട് പോകുമ്പോഴും അതിനെ ചോദ്യം ചെയ്യപ്പെടാനോ ഒരു ചെറിയ ഒരു കൈയനക്കം ഉണ്ടാക്കാനോ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിൻ്റെ വീട്ടിൽ കയറി നിൻ്റെ സ്വത്തും വകകളും വരെ അടിച്ചു കൊണ്ടുപോയാലും നീ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തല്ലേ ഹിന്ദു. നീ ഉണരൂ. നിനക്കാണ് ഇവിടെ പ്രതികരിക്കാനായിട്ട് ശേഷിയുള്ളത്. നീയാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തി, നീയാണ് ഇവിടെ ഏറ്റവും വലിയ അറിവ്, നീയാണ് ഇവിടെ ഏറ്റവും വലിയ സംസ്കാരം, നീയാണ് എല്ലാം. നിന്നിലെ അധികാരവും നിന്നിലെ രോക്ഷവും നിന്നിലെ ശക്തിയും നിന്നിലെ ആഭിജാതവും നിന്നിലെ അറിവും എല്ലാം എടുത്ത് നീ അംഗത്തിനിറങ്ങ്. നീ പ്രതികരിക്ക് ഹിന്ദുവേ, പ്രതികരിക്ക്. ഹിന്ദുവേ, നീ രാവിലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളാണ് എങ്കിൽ ഇനി സംശുദ്ധമായൊരു ഭരണം ദേവസ്വം ബോർഡിൽ വരുന്ന അത്രയും കാലം വരെ അവിടെ നമ്മളുടെ ഓരോ സ്വത്തിനും അവകാശത്തിനും എല്ലാത്തിനും അവിടെ നമുക്ക് ആ അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നതുവരെ, അവിടെ സുതാര്യമായ ഭരണം നടക്കുന്നതുവരെ, നല്ലവരായ മേലധികാരികൾ വരുന്നതുവരെ 1 രൂപ പോലും നീ കാണിക്കയിട്ട് നിൻ്റെ ധനം വൃഥാവിൽ കളയരുത്. ഭഗവാന് കൊടുക്കാനുള്ള ഒരു കുപ്പി എണ്ണയാണെങ്കിൽ അത് മാത്രം കൊടുത്ത് നീ പോരുക. നിൻ്റെ 1 രൂപ പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇടാതിരിക്കുക. 1 രൂപ പോലും നീ ദക്ഷിണയായിട്ടോ നീ ഭണ്ഡാര നിക്ഷേപമോ ചെയ്യാതിരിക്കുക. ഭക്തജനങ്ങളെ, ഹിന്ദുവേ, നീ ഉണരൂ. നിനക്ക് മാത്രമാണ് ഇവരെ തടയാൻ കഴിയുക. നിനക്ക് മാത്രം. നീ പ്രതികരിച്ചില്ല എങ്കിൽ നിൻ്റെ ഭാവി, നിൻ്റെ കുട്ടികൾ, നിൻ്റെ സംസ്കാരം അത് ഈ ലോകത്തുനിന്ന് ഇല്ലാതെയാവും. നീ ഉണരൂ. നീ പ്രതികരിക്കൂ ഹിന്ദുവേ, നീ പ്രതികരിക്കൂ.